ഹായ്, നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ടൈപ്പ് സെലക്ഷൻ, അതിൻ്റെ കോഡിങ്, നമ്പർ കൊടുക്കുന്നതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ചാർട്ട് ഓഫ് അക്കൗണ്ടായി അക്കൗണ്ടിങ് ഓഡുവിൻ്റെ എൻ്റർപ്രൈസ് എഡിഷനെ കുറിച്ചിട്ട്, നമ്മൾ എൻ്റർപ്രൈസ് എഡിഷൻ്റെയാണ് ട്യൂട്ടോറിയൽ പറയുന്നത്. 2 എഡിഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഓഡുവിൽ നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ കാണുന്ന, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സെയിൽസ് ഉണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, റെൻ്റൽ ഉണ്ട്, പോയിൻ്റ് ഓഫ് സെയിൽ, ഇങ്ങനെ ഒരുപാട് ആപ്സ് ഉണ്ട്. ഇതൊക്കെ ഓരോ ആപ്പായിട്ടാണ് ഓഡു ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ഒരു കമ്പനിയിലേക്ക് ബേസിക്കായിട്ട് ആവശ്യം വരുന്ന ചില ആപ്പിൻ്റെ കൂട്ടത്തിലാണ് സെയിൽസ്, പർച്ചേസ്, അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻവെൻറ്ററി, ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ആപ്പ് ഒരു ഓഡു മറ്റൊരു ടാലി പോലുള്ളൊരു സോഫ്റ്റ്വെയർ നിന്ന് മാറി വരുന്ന ഒരാൾക്ക് ഓഡു സംടൈംസ് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുണ്ടാക്കുന്നത്, ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിങ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിലാണ്, ഒരു അക്കൗണ്ടൻറ്റ് ബേസിക്കലി അക്കൗണ്ടിങ് ആപ്പ് ഓപ്പൺ ആക്കും എന്തായാലും. അപ്പോൾ അയാൾ കസ്റ്റമറിൽ പോയി അയാൾ ഇൻവോയ്സസ് കാണും, അതിലൂടെ ഇൻവോയ്സ് ചെയ്യും, ഇതിലൂടെ ഇൻവോയ്സ് ചെയ്യും. അതേപോലെ വെണ്ടറിൽ പോയാൽ ബിൽസ് കാണും, അതിലൂടെ അയാൾ പർച്ചേസ് ബില്ല് ബുക്ക് ചെയ്യും. എന്നാൽ ഓഡുവിൽ ഈ ഒരു അക്കൗണ്ടിങ് ആപ്പിലൂടെയുള്ള ഈ കസ്റ്റമർ ഇൻവോയ്സും അതേപോലെ വെണ്ടറിലൂടെ ഈ വെണ്ടർ ബില്ലും എൻട്രി ചെയ്യുന്നതിൽ ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് പറഞ്ഞാൽ, നമുക്ക് സർവീസ് ആയിട്ടുള്ള ഇൻവോയ്സസ് വേണമെങ്കിൽ അക്കൗണ്ടിങ് ആപ്പിലുള്ള ഈ കസ്റ്റമറിലൂടെ ഇൻവോയ്സ് ചെയ്യാം. അതേപോലെ സർവീസ് അല്ലെങ്കിൽ ലേബർ ചാർജ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇൻവെൻറ്ററിനെ ബാധിക്കാത്ത പർച്ചേസ് ബില്ലുകൾ നമുക്ക് ഇതിലൂടെ റെക്കോർഡും ചെയ്യാം. അതേസമയം നമുക്കിവിടെ സെയിൽസ് ആപ്പും അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടൊന്ന് വലിച്ചിട്ടാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ അതെടുത്തിട്ട് മേലിട്ടിട്ടുണ്ട്. അതുപോലെ പർച്ചേസ് വലിച്ചെടുത്ത് മേലിട്ടാൽ സെയിൽസും പർച്ചേസും അവിടെയായി. ഇപ്പം ഈ സെയിൽസിലൂടെയും പർച്ചേസിലൂടെയും തന്നെ പോകണം. എന്തിന്? പർച്ചേസ് ബില്ല് ബുക്ക് ചെയ്യാൻ പർച്ചേസിലൂടെയും സെയിൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെയിൽസിലേക്ക് കൂടിയും തന്നെ പോകണം. അതിൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിങ് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അതിലുള്ള ഇൻവോയ്സസ് പ്രിപ്പയർ ചെയ്താൽ ഒരിക്കലും അത് ഇൻവെൻറ്ററിനെ ബാധിക്കില്ല. അതേസമയം അതേപോലെ തന്നെ പർച്ചേസ് മെനുവിലൂടെ, ഈ പർച്ചേസ് ആപ്പിലൂടെ ഓപ്പൺ ആക്കുന്ന അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന പർച്ചേസസ് മാത്രമേ നമ്മൾ ഇൻവെൻറ്ററിയിൽ എഫക്റ്റ് ആവുള്ളൂ, മറ്റേത് ഇൻവെൻറ്ററിയിൽ എഫക്റ്റ് ആവില്ല. അപ്പം സർവീസ് ടൈപ്പ് അല്ലെങ്കിൽ നോൺ സ്റ്റോക്ക് പർച്ചേസ്, ഇതിനൊക്കെ നമുക്ക് അക്കൗണ്ടിങ് ആപ്പ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മൾക്കൊന്ന് നോക്കി നോക്കാം. ഇൻവെൻറ്ററി ആപ്പിൽ കയറിയിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രൊഡക്റ്റ്സിൽ പോയി ഒരു പുതിയ പ്രൊഡക്റ്റ്, ഇത് നമ്മൾ അത്രയധികം മൈൻഡ് ചെയ്യേണ്ടതില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ടെലിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് സെയിൽസ്, പർച്ചേസ്, ഗുഡ്സ് ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നു. ഗുഡ്സ് ആണ്, ബൈ ക്വാണ്ടിറ്റി. ഓക്കെ, സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾക്കത് ഇപ്പം 0 ആയിരിക്കാം ക്വാണ്ടിറ്റി. അതേസമയം നമ്മൾ അക്കൗണ്ടിങ് ആപ്പിലൂടെ കയറി നമ്മളതൊരു കസ്റ്റമറിൽ നിന്ന് വാങ്ങുകയാണെന്ന് വിചാരിക്കാം. അനിത ഒലിവർ. ഓക്കെ, ഇന്നത്തെ ഡേറ്റിന് തന്നെ ആയിക്കോട്ടെ. നമ്മൾ ശ്രദ്ധിക്കുക, അക്കൗണ്ടിങ് ആപ്പിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അക്കൗണ്ടിങ് ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈൻസ്, ലേബൽ അക്കൗണ്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ വലത്ത് വശത്ത് പോയാൽ ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ടെലിവിഷൻ ഞാൻ സെലക്ട് ചെയ്യാണ്. ടെലിവിഷൻ സെലക്ട് ചെയ്തു. ഒരു 10 എണ്ണം, 2500 വെച്ചിട്ട് 10 എണ്ണം എന്നായിരിക്കും. ഇത് കൺഫേം അടിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൺഫേം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബില്ലായിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ പ്രൊഡക്റ്റിൽ കയറിയിട്ട് എല്ലാറ്റിലെയും പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാ സെയിൽസിലും കസ്റ്റമറിലൊക്കെ പ്രൊഡക്റ്റ് കാണാം, എല്ലാം സെയിം ആണ്. ടെലിവിഷൻ, ഞാൻ ടെലിവിഷൻ എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെലിവിഷൻ ക്ലിക്ക് ചെയ്താൽ ഓൺ ഹാൻഡ് 0 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, 0 ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ക്വാണ്ടിറ്റി ബാധിച്ചിട്ടില്ല. അതേസമയം ഞാൻ പർച്ചേസിലൂടെ പോയിട്ട് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, പർച്ചേസിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ, ഓഡുവിലെ പർച്ചേസ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ കോട്ട്, ആ പ്രോസസ്സ് അങ്ങനെ തന്നെ തുടങ്ങുകയാണ്. കൊട്ടേഷൻ ആദ്യം ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മളെ കമ്പനി കൊട്ടേഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇതിലൂടെ കയറി പോയേ പറ്റുള്ളൂ. ഓക്കെ, നോർമലി അത് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അനിത ഒലിവർ തന്നെ ആകാം. നമ്മൾ ഇന്നത്തെ ഡേറ്റ് എന്തെങ്കിലും ടെലിവിഷൻ തന്നെ, ടെലിവിഷൻ നമ്മൾ ഒരു 10 തന്നെ
നേരത്തെ 2000 കൊടുത്തത് 3000 കൊടുക്കണം. ടാക്സ് ഞാൻ ഒഴിവാക്കുകയാണ്. ടാക്സ് ഒഴിവാക്കി. ഇപ്പോൾ റിക്വസ്റ്റ് ഫോർ കോട്ട്, ഈ കോട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കൺഫേം സെൻറ്റർ RFQ എടുക്കാം. ഇനി കൊട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ ഇവിടെ റിസീവ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിസീവ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ പ്രൊഡക്റ്റ് റിസീവ് ആകുള്ളൂ. നമ്മൾ പർച്ചേസ് ബില്ല് ചെയ്തിട്ടില്ല, ജസ്റ്റ് റിസീവ് ചെയ്യുന്നു. ഓക്കെ, വാലിഡേറ്റ് ഇരിക്കുന്നു. അതായത് ഗുഡ്സ് റിസീവ് വാലിഡേറ്റ് വെയർ ഹൗസ് ഇൻ, അതായത് ഗുഡ്സ് റിസീവ് നോട്ടാണ്. ഓക്കെ, WH ഇൻ പറഞ്ഞിട്ട് സംഭവം 10 ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ബില്ല് ചെയ്തിട്ടില്ല, എന്നാൽ പോലും നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ 10 യൂണിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പർച്ചേസ് മെനുവിലൂടെ പോയാൽ അത് പ്രൊഡക്റ്റ് വന്നു. അതേസമയം സെയിൽസ് ഇതിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നമ്മൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ ഇട്ടത് കൊണ്ട് കോസ്റ്റിംഗ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, മാനുവൽ കോസ്റ്റിംഗ് ആണുള്ളത്. നമുക്ക് സെയിലും ചെയ്യാം. അതേ സാധനം നമ്മൾ ഇതിലൂടെ സെയിൽസ് മെനുവിലൂടെ സെയിലും ചെയ്ത് കഴിഞ്ഞാൽ, വേറൊരാൾക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ടെലിവിഷൻ ഒരു 10 എണ്ണമാണ് നമ്മൾ സ്റ്റോക്കുള്ളത്, ഒരു 7 എണ്ണം വിറ്റു എന്ന് വിചാരിക്കാം. കൺഫേം അടിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഡെലിവറി ഉണ്ട്. ഈ ഡെലിവറി ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ പ്രൊഡക്റ്റ് ഡെലിവറി പോവുള്ളൂ. ഓക്കെ, വാലിഡേറ്റ് അടിക്കുന്നു. വെയർഹൗസ് ഔട്ടായി, ഗുഡ്സ് നോട്ട്, ഡെലിവറി നോട്ടായി. നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ഒന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഇത്രയും പ്രോസസ്സ് മാത്രമേ ചെയ്തുള്ളൂ. ഇത്രയും പ്രോസസ്സ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കിവിടെ ക്വാണ്ടിറ്റി 3 ആയി. കാരണം നമ്മൾ 7 എണ്ണം വിറ്റു. ഓക്കെ, ഇനി അത് വേണമെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. നമുക്കിവിടെ ഹിസ്റ്ററിയൊക്കെ നോക്കാൻ പറ്റും. 3 ഇന്നാണ്, എത്രയാണ് വന്നത്, എത്ര പോയതൊക്കെ നമുക്ക് നോക്കാം. സോൾഡ് 7 പർച്ചേസ്ഡ് 10 അതിൽ ടോട്ടൽ ഇൻ ഔട്ട്, ഒരു ട്രാൻസാക്ഷൻ ഇനും ഒരു ട്രാൻസാക്ഷൻ ഔട്ടും ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അക്കൗണ്ടിങ് തുടങ്ങുന്ന, അതായത് മറ്റ് ടാലി പോലുള്ള സോഫ്റ്റ്വെയറിൽ വരുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇൻവെൻട്രിയിലേക്ക് ആഡ് ആവാനോ ഇൻവെൻട്രിയിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലോ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് മെനുവിലൂടെ തന്നെ, ആപ്പിലൂടെ തന്നെ പോകണം. അക്കൗണ്ടിങ്ങിൽ അങ്ങനെ ഒരു ആപ്പ് ഉണ്ട്. അക്കൗണ്ടിങ്ങിൽ കസ്റ്റമർ ഇൻവോയ്സ് ചെയ്യാനോ പർച്ചേസ് ബില്ല് ചെയ്യാനോ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, ഈ പ്രൊഡക്റ്റ് ഇൻവെൻട്രിനെ ബാധിക്കുന്ന പ്രൊഡക്ട്സ് അതിലൂടെ ചെയ്യരുത്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം.